കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം ഓക്കെ അത് വരണം. ഈ ഷാബിന് എന്താ തോന്നുന്നത്, ലൈക്ക് 2 വർഷം കൊണ്ട് എന്തായിരിക്കും കസ്റ്റമറിൽ ഒരു മാറ്റം ഉണ്ടാകുക? അതിപ്പം നമുക്കിപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ സൊമാറ്റോ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പോയി. അതെ വിശക്കുന്നുണ്ടോ? 23-ാമത്തെ വയസ്സിൽ എനിക്കൊരു 10-year പ്രൊജക്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ മിനിമം ജയഗാർഡിനെ കണ്ടത്. പെയിൻ ബിസിനസ് ആണെങ്കിലും എൻ്റെ ഫാദർ ആദ്യം ഒരു സപ്രമഞ്ചാൽ ഒരു ചെയറിലൊന്നല്ല, സ്ക്രാച്ചസ് തന്നെ അടിയുന്ന പോലെ വരാനാ പഠിച്ചു. അങ്ങനെ തന്നെ വരേണ്ടത്. സോ ബേസിക്കലി എന്താണ് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ജയഗാർഡിൻ്റെ ഒരു വീഡിയോയിലോ ഇപ്പം അറൗണ്ട് 85,000 ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. എനിക്ക് എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ജസ്വിൻ ഫേസ് കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ലൈക്ക് ഞാൻ ചിന്തിക്കുമായിരുന്നു, ലൈക്ക് ഒരു ആസ് എ ഫ്രാഞ്ചൈസി ഓണർ നിങ്ങൾ തന്നെ വന്ന് ഇതിനെപ്പറ്റി പ്രൊമോട്ട് ചെയ്യുമ്പം എനിക്കൊരു രീതിയിൽ നോ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഫോഴ്സ്ഡ് ആയിട്ട് ഇതിനകത്തോട്ട് ആക്ച്വലി വന്നതാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി അറിയേണ്ടത് ലൈക്ക് വൈ ഡിഡ് യു ചൂസ്, ലൈക്ക് എന്തുകൊണ്ട് പേഴ്സണൽ ബ്രാൻഡിങ് അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ആൻസർ ഉണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം അത് വരണം. ഓക്കെ. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം യൂസഫ് അലി, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മെയിൻ കോർ ലുലു. യൂസഫ് അലി ഇനിഷ്യൽ സ്റ്റേജിലൊന്നും അദ്ദേഹം ആ പാട്ടില്ലായിരുന്നു. ഇപ്പം ബോച്ചയാണെങ്കിലും പല ഇതാണെങ്കിലും ഇതുമായിട്ട് ക്ലബ്ബ് ചെയ്യുമല്ല. പക്ഷെ അഗെയിൻ നമുക്കൊരു പുതിയൊരു വഴി തുറന്നാണല്ലോ ഒരു ഐഡിയ കിട്ടുക. അതെ. ഈ മാർക്കറ്റിൻ്റെ സ്വഭാവം ഭയങ്കരമായിട്ട് റാപ്പിഡ്ലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ. അപ്പം അത് ഒരു 2 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു കസ്റ്റമർ ബിഹേവിയർ അല്ല ഇപ്പം ഉള്ളത്. അപ്പോൾ ഈ ഒരു എന്തായിരിക്കും ലൈക്ക് ഷബിൻ എന്താ തോന്നുന്നത്, ലൈക്ക് 2 വർഷം കൊണ്ട് എന്തായിരിക്കും കസ്റ്റമറിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടാകുക? ഒരു 3-4 വർഷത്തെ ഒരു ബാക്ക് എടുത്താൽ ഇപ്പം നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പം മക്ഡി അല്ലെങ്കിൽ KFC അവിടെ പോയി നമ്മൾ എനിക്ക് അഗെയിൻ പണ്ട് നമ്മളൊക്കെ പോകുമ്പം നമ്മുടെ തന്നെ മനസ്സിൽ നിത്യധാരണ ഉണ്ടോ അത് ഇച്ചിരി റേറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറീസ് ആൾക്കാരായിരിക്കും, ഒരു മിഡിൽ ക്ലാസ് എബോ. ഇപ്പം ശ്രദ്ധിച്ച് കാണുമായിരിക്കാം, മിക്ക ഒരുമാതിരി ഫുഡ് സെക്ടർ ആണെങ്കിലും ബാക്കിയുള്ളതാണെങ്കിലും ഇപ്പം സാധാരണക്കാരാണ് വലിയ റീച്ച് എന്നല്ല, അവരതിനകത്ത് ക്ലബ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പല ബ്രാൻഡ്സിനും ആ ഒരു എത്തിപ്പെടാനുള്ള ഒരു സ്കെയിൽ ഉണ്ടല്ലോ. സ്റ്റുഡിയോ നേരത്തെ ബ്രാൻഡഡ് ഷർട്ടുകളും അല്ലെങ്കിൽ ബ്രാൻഡഡ് പാൻറ്റുകളും എന്ന് വെച്ചാൽ അത് ഒരു ബ്രാൻഡ് മിനിമം ഒരു ബ്രാൻഡ് ഷർട്ട് ഒരു 1500 അല്ലെങ്കിൽ 1700 ആ ഒരു റേഞ്ചിൽ. അപ്പം അതിലേക്ക് ഇപ്പം തന്നെ ഇപ്പം എക്സാമ്പിൾ ഒരു അലൻസുള്ളി എന്ന് പറയാം, അലൻസുള്ളിയിലേക്ക് തന്നെ ഇപ്പോഴത്തെ ആൾക്കാർ തന്നെ അതിനകത്തോട്ട് മാറാനുള്ള ചാൻസുകളുണ്ട്, തുടങ്ങിയത്. പിന്നെ അഗെയിൻ അത് ചീപ്പിലോട്ടും പോകുന്നുണ്ട്. സ്റ്റുഡിയോ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇപ്പം ലൈക്ക് ഒരു സ്പെൻഡ് ചെയ്യുന്നതിലധികം മടിയില്ല. അതായത് നല്ല വേണ്ട കാര്യം അവർക്ക് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആണ്. ബിക്കോസ് ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട്. അവർക്ക് ഏതാണെന്ന് അവർ ആക്ച്വലി റിസർച്ച് നടത്തിയിട്ടായിരിക്കും എന്താണെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസ് എടുക്കുന്നത്. അപ്പോൾ അവരുടെ റിക്വയർമെൻ്റ് ആയിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതായിരിക്കും ഇപ്പോൾ കൂടുതൽ പഠിച്ചിട്ട് ചെയ്യുന്നുണ്ട്. അഗെയിൻ വിത്ത് ChatGPT എല്ലാം എന്ത് കാര്യം വന്നാലും ഇപ്പോൾ സെർച്ച് ചെയ്യുന്നതിൻ്റെ രീതി തന്നെ മാറി. അല്ലെങ്കിൽ ഞാൻ തന്നെ ഗൂഗിൾ ഉപയോഗിച്ചിട്ട് കുറച്ച് നാളെ AI വെച്ച് ചോദിക്കുക ചെയ്യുന്നത്, എന്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ അടുത്തുള്ള ഏതാണ് ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് എന്ന് ചോദിക്കുക ചെയ്യുന്നത്. അതിപ്പം നമുക്കിപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ സൊമാറ്റോ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കും. അതെ വിശക്കുന്നുണ്ടോ? വീട്ടുകാർ പോലും ചിലപ്പോൾ ചോദിക്കത്തില്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ വിശക്കുന്നില്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് 2025 ഡിസംബറിലാണ്. അപ്പം ഈ വർഷം കഴിയാണ്. എഗെയിൻ നമ്മൾ ബിസിനസ്സുകാർ നോക്കുന്നത് ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലാണ്. ബട്ട് ദെൻ സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ റെസൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് യെസ്, ഇപ്പം ഇയർലി വെച്ച് പറയുകയാണെങ്കിൽ ശരിക്കും അത് കഴിഞ്ഞിട്ടില്ലെന്നേ ഉള്ളു പറയുകയാണ്. കാരണം ഈ ഡിസംബറിലാണ് 15th ടോണി ആൻഡ് ഗൈ ഓപ്പണിംഗ് ഉള്ളത്. ഓക്കെ. അപ്പോൾ ബേസിക്കലി എൻ്റെ ഒരു പ്രോസ്പെക്ട്സ് വെച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം നല്ല വർഷമായിരുന്നു. മക്ഡൊണാൾഡ്സും ഈ വർഷമായിരുന്നു. ഞങ്ങളുടെ 3ാമത്തെ ഫ്രാഞ്ചൈസി എടുത്തു. യെസ്, ജയഗാർഡ് ഉണ്ടായിരുന്നു, ടോണി ആൻഡ് ഗൈ ഉണ്ടായിരുന്നു, എല്ലാം ഇറ്റ് വാസ് ഹോപ്പ്ഫുള്ളി ഫൈൻ. അതിങ്ങനെ തന്നെ വളരട്ടെ എന്ന് ആശ്വസിക്കുന്നത്. ഈ വർഷം ഏറ്റവും ഡിഫിക്കൽട്ടി ഫീൽ ചെയ്ത എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യമാണ്? യെസ്, ഈ വർഷം ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞല്ലോ ഈ ഷാജി പെയിൻസ്, അത് എടയാർ എന്ന് പറയുന്ന എറണാകുളം എടയാറിലാണ് നമ്മളത് വെയർ ഹൗസ് എടുത്തത്. അത് കുറച്ച് ഇവിടുത്തെ മാർക്കറ്റ് വെച്ച് നമ്മൾ അതായത് പെയിൻറ്റ് ഫീൽഡിൽ കുറേ പ്രോബ്ലംസ് നമ്മളതിനകത്ത് ഇപ്പോഴും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് അവിടുത്തെ സിസ്റ്റമോ അവിടുത്തെ ഒരു കൺസ്യൂമർ ഫ്ലോ പോലല്ല, ബിഹേവിയർ അല്ല ഇവിടുത്തത്. കാരണം ഇപ്പം പർച്ചേസ് വൈസ് പോലും, പർച്ചേസ് വൈസ് എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം അവിടെ ഒരു പെയിൻറ്റ് ഷോപ്പ്, ഒരു ഓട്ടോ ഷോപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാരേജ്, കാർ റിപ്പയറിങ് പെയിൻറ്റ് കൊടുക്കുന്ന ഗ്യാരേജ്
ഒരു മാസം എടുക്കുന്നത് ചിലപ്പോൾ ഇവിടെ ഒരു 2-3 ഷോപ്പുകളായിരിക്കും. ആ ഒരു ഗ്യാരേജ് എടുക്കുന്നതായിരിക്കും 2-3 ഷോപ്പ്. അപ്പോൾ അത്രയും ഡിഫറൻസ് ആണ് ക്വാണ്ടിറ്റി വൈസ്. അപ്പം അത് ഇനിഷ്യലി അഗെയിൻ നമുക്ക് പഠിക്കേണ്ടതായിരിക്കുന്നു അതെങ്ങനെയാണ് അത് വരാനുള്ള കാരണം ഒരുപാട് അഗെയിൻ വലിയ പ്ലേയേഴ്സ് ഉണ്ട് ഇവിടെ. അവിടുത്തെ പോലെ വലിയ വലിയ ബിഗ് ജയൻസ് ഇവിടെ തന്നെ ഉണ്ട്. ഇഫ് യു ആർ കമ്പയറിംഗ് വിത്ത് ഷാജി പെയിൻസ്. അപ്പോൾ അത് മാർക്കറ്റിൽ എത്രത്തോളം നമ്മളത് സ്ക്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതാക്കുന്നത് അതിനനുസരിച്ചിരിക്കും. മാർക്കറ്റ് പെനിട്രേഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ. ആണ് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. അഗെയിൻ നമുക്കൊരു വിഷൻ ഉണ്ട്, ഒരു 2030 എന്നുള്ളൊരു വിഷൻ അതിനകത്തും ഉണ്ട്. 2030 എന്നുള്ളൊരു വിഷൻ പ്ലാൻസും ഉണ്ട്. അപ്പോൾ എന്തായാലും അതാണ് ആക്ച്വലി ഈ വർഷത്തെ ഒരു ഞാനൊരു ക്വസ്റ്റ്യൻ ജസ്വിൻ്റെ അടുത്ത് ചോദിക്കുക. ഇപ്പം നമുക്ക് ഈ യങ് എൻ്റർപ്രണേഴ്സ് അല്ലേ, അവരിൽ എന്താണ് നമ്മൾ കാണുന്ന ഒരു എന്താ പറയുക ഒരു മൈനസ് പാർട്ട്? മൈനസ് എന്ന് പറയുമ്പം ഞാൻ ചെറുതായിട്ട് എന്നെ തന്നെ നോക്കുക. അതായത് 23-ാമത്തെ വയസ്സിൽ എനിക്കൊരു 10-year പ്രൊജക്റ്റായിട്ട് തന്നെയാണ് ഞാൻ മിനിമം ജയഗാർഡിനെ കണ്ടത്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ആൾക്കാർ കുറച്ചുകൂടെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ബിസിനസ് തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു കാണുന്ന ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. ബിസിനസ് തുടങ്ങാൻ വേണ്ടി ബിസിനസ് തുടങ്ങാതെ ഇതൊരു ലോങ് ടേം പ്രൊജക്റ്റായിട്ട് കാണുകയും അല്ലെങ്കിൽ കുറച്ചുകൂടെ പേഷ്യൻസ് കാണിച്ച് ഇതിൻ്റെ അകത്ത് ഇത്രയും ഹാർഡ്ഷിപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി ബിസിനസ്സിലേക്ക് വരുവാണെങ്കിൽ ആക്ച്വലി നല്ലതാണ്. ഞാൻ ഇപ്പം തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ചെറിയതായാലും സ്റ്റാർട്ടപ്സ് എന്നൊക്കെ. അതിനെക്കുറിച്ച് എന്തുവാ ജിസ്വിൻ്റെ അഭിപ്രായം എന്തുവാണ്? +2 കഴിഞ്ഞിട്ട് തുടങ്ങുന്നതിൽ തെറ്റില്ല, പക്ഷേ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. പിന്നെ ബേസിക്കലി എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു ഏജിൽ +2 കഴിയുമ്പോഴാണെങ്കിൽ ഇപ്പോൾ 18 വയസ്സുള്ളപ്പം എല്ലാവർക്കും ഒരു 20 to 23 years ഒക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് റിട്ടയർ ആവണം. ഈ ഭയങ്കര വലിയ ഒരു മോട്ടിവേഷണൽ സ്പീച്ചൊക്കെ കേട്ടിട്ട് ഇത് പെട്ടെന്ന് റിച്ചായി പെട്ടെന്ന് റിട്ടയർ ചെയ്യുക എന്നുള്ളൊരു അംബിഷൻ. കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ ബിസിനസ് ഇടുന്നതിനകത്തല്ല കാര്യം ഇരിക്കുന്നത്. അതെ നമ്മൾ ആ ബിസിനസ് കൊണ്ടുപോകുന്നതിലാണ് കാര്യം. എങ്ങനെ നമ്മളത് വീണ്ടും 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 നമ്മളത് പെർസിസ്റ്റൻസ് തന്നെയാണ് അതിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പം ഞാൻ പറഞ്ഞു എൻഗാർഡ് തുടങ്ങി കഴിഞ്ഞിട്ട് അത് ജയഗാർഡായിട്ട് പിവട്ട് ചെയ്യേണ്ടി വന്നപ്പോൾ ഐ കുഡ് ഐദർ ക്വിറ്റ് ഓർ മേ ബി പിവട്ട് ആൻഡ് കണ്ടിന്യൂ. അപ്പം പിവട്ട് ചെയ്യേണ്ട അടുത്ത് പിവട്ട് ചെയ്യുകയും വർക്ക് ചെയ്യുന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ആ ഒരു മെച്യൂരിറ്റി ആക്ച്വലി വരുന്നതാണ് ഇതിൻ്റെ ഒരു പക്വത എന്ന് പറയുന്നത്. അതാണ്. ഇപ്പൊ 18 വയസ്സുള്ള ഒരാൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല 24 വയസ്സുള്ള ഒരാൾ ചിന്തിക്കും എന്നും പറഞ്ഞ് 18 വയസ്സും മൈക്രോസോഫ്റ്റിന്റെ ബിൽ ഗേറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ഒരു ബിസിനസ് സക്സസ്ഫുൾ ആകാൻ. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി റൈറ്റ് ടൈമിംഗ് ആണ്. റൈറ്റ് ടൈമിങ്ങിൽ ഒരു ആൾക്കൊരു ബിസിനസ്സിൽ ഒരു ഇൻട്രസ്റ്റ് വന്ന് അത് തുടങ്ങി കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ എഗെയിൻ അതിൻ്റെ ഒരു ലക്ക് ഫാക്ടർ ഡെഫിനറ്റ്ലി ഉണ്ട് കേട്ടോ. ഹാർഡ് വർക്ക് പ്ലസ് ലക്കാണ് ശരിക്കും പറഞ്ഞതിൻ്റെ അകത്ത് സക്സസ് കൊണ്ടുവരുന്നത്. ഞാനിത് വളരെ യങ് ഏജിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്ത് ആക്ച്വലി ഒരു പ്രോപ്പർ മെൻറ്റർഷിപ്പ് ആയിരുന്നു. ബിസിനസ് ഇങ്ങനെ കറക്റ്റ് ഗൈഡ് ചെയ്ത് പോകണമെന്ന്. ബട്ട് ദെൻ എനിക്ക് തോന്നുന്നു ഷബിന് കുറച്ചുകൂടെ ആ ഒരു ഗൈഡൻസ് കിട്ടി കാണണം. ബിക്കോസ് മേ ബി ഫാദറൊക്കെ നല്ലൊരു അഡ്വൈസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഒരു അഡ്വൈസ് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ആണ് ആക്ച്വലി ഇപ്പം സെക്കൻഡ് ജനറേഷൻ ആണ് പെയിൻ ബിസിനസ് ആണെങ്കിലും എൻ്റെ ഫാദർ ആദ്യം ഒരു സപ്രമഞ്ച ചെയറിലൊന്നല്ല സ്ക്രാച്ചസ് തന്നെ അടിയെന്ന് വരാനാ പഠിച്ചു. അങ്ങനെ തന്നെ വരേണ്ടത്. ഏതൊരു സെക്കൻഡ് ജനറേഷൻ ഐ മീൻ ഒരു നല്ലൊരു അടിത്തറയുള്ള ബിസിനസ് ഫാമിലിക്ക് എൻ്റെ ഉപദേശം അത് തന്നെ. നമ്മൾ താഴെ നിന്നേ നമ്മൾ തുടങ്ങാവുള്ളൂ ഏതൊരു കാര്യവും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ചില ഫ്രാഞ്ചൈസികൾ ബ്രേക്ക് ഈവൻ 3 വർഷത്തിന് മുകളിൽ ബ്രേക്ക് ഈവൻ ആവാത്ത കുറേ ഉണ്ട്. കാരണം അത് നമുക്കൊരു സമയം നമ്മൾ തന്നെ കാണണം. അല്ലാതെ പെട്ടെന്നൊരു കോൾ എടുക്കരുത്, ഇത് നടക്കത്തില്ല അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. അതല്ല, നമുക്ക് പ്രതീക്ഷ, നമ്മളത് വാച്ച് ചെയ്ത് നമ്മളത് അതിനകത്ത് തന്നെ ഇൻവോൾവ്മെന്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. അതാണ് ഞാൻ ആക്ച്വലി പഠിച്ചത് പല കാര്യത്തിനകത്ത്. ഇപ്പം ഞാൻ ആക്ച്വലി സെയിൽസിലാണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ്. ഇപ്പം ഷാജി പെയിൻസിലേക്ക് വന്ന് ഞാൻ ലൈസൻസ് എടുത്തു. സെയിൽസിലായിരുന്നു. കാരണം ഞാൻ സെയിൽസിൽ ഉണ്ടാവാനുള്ള കാരണം എനിക്ക് കൂടുതലും സെയിൽസ് ആയിരുന്നു ഇഷ്ടം. അവിടെ കുറേ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്, മിക്സിംഗ് ഉണ്ട്, സെയിൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ആൾക്കാരും നമ്മൾ ഓരോരോ പുതിയ ആൾക്കാരാണല്ലോ നമ്മൾ കാണുന്നത്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ സെയിൽസ്മാനായി. അങ്ങനെ ഓരോ ഹൈറാർക്കി ഉണ്ട്, പ്രൊമോട്ടറുണ്ട്. പിന്നെ ഞാൻ അതിൽ നിന്ന് ഒരു ലെവലിലായപ്പം പിന്നെ ഞാൻ മോണിറ്റർ ചെയ്യേണ്ട. ഇപ്പം അതിനകത്ത് തന്നെ സെയിൽസ് പ്രൊമോട്ടർ, സെയിൽസ് മാനേജർ,
പ്രോഡക്റ്റിൽ തന്നെ പല ഡൈവേഴ്സിഫിക്കേഷനിലായി. ഓക്കെ അപ്പോൾ എൻ്റെ സ്റ്റാർട്ടപ്പ് ആക്ച്വലി സെയിൽസിൽ തന്നെ ആയിരുന്നു. ഓക്കെ 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 അതിനകത്താണ് കൂടുതലും ഗൈഡൻസ്. കാരണം അങ്ങനെ ആയിരിക്കണം, ഒരു നല്ലൊരു സെയിൽസ്മാൻ ആയിരിക്കണം നല്ലൊരു ബിസിനസ്മാൻ. കറക്റ്റ്. ഒരു വർഷം ഓവർ ഹെഡ് ബ്രേക്ക് ചെയ്യാൻ ഒരു 1 മന്ത് എടുത്തുള്ളൂ. അതുകൊണ്ടാണ് രണ്ടാമത്തെ യൂണിറ്റ് ഓവർ ഹെഡ് ബ്രേക്ക് ചെയ്യാൻ. ഓവർ ഹെഡ് ഞാൻ ആക്ച്വലി രണ്ടാമത്തെ എടുത്തപ്പോൾ ഒരുപാട് കാട് കയറി ആലോചിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം അത് അഗൈൻ ആ ജസ്യൂം പറഞ്ഞ റിസ്ക് ഫാക്ടർ അഗൈൻ ഇപ്പോഴും അത് തന്നെയാണല്ലോ ജസ്യൂം പറയുന്നത്. റിസ്ക് ആണ്. ഞാൻ വർക്ക് ഉണ്ടെന്ന് ഒരിക്കലും പ്രോമിസ് ചെയ്യുന്നില്ല. റിസ്ക് ആണ്. പക്ഷെ ആ റിസ്ക് ഞാൻ ഏറ്റെടുത്തു. അതാണ് രണ്ടാമത്തെ യൂണിറ്റ് ഉണ്ടായത്. അതിനൊരു വിജയം ഉണ്ടായി. പിന്നെ അതുകൊണ്ടാണ് മൂന്നാമത്തെ ലാഗ്. ഇപ്പം എനിക്ക് ആ ഒരു ലൈൻ നമുക്കൊരു കുറച്ച് നാൾ നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ അതെങ്ങനെ പോകുന്നുള്ളത്. രണ്ടാമത്തെ യൂണിറ്റ് എടുക്കാൻ എനിക്ക് തോന്നുന്നു എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു നിങ്ങൾ എടുക്കണമെന്ന്. കാരണം കുറേ വർക്കുകൾ നമ്മൾക്ക് അവിടെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. ജസ്വിൻ എങ്ങനെയാണ് ആക്ച്വലി ഫ്രാഞ്ചൈസി മോഡലിലേക്ക് എങ്ങനെയാണത്? ഞങ്ങൾ ആക്ച്വലി ഫ്രാഞ്ചൈസി സെല് ചെയ്യാൻ വേണ്ടി അല്ല ഞങ്ങൾ ആക്ച്വലി കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ അകത്തുനിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു. അപ്പം ഫ്രാഞ്ചൈസിങ് ഇതിൻ്റെ അകത്ത് ക്യാപിറ്റൽ റേസിംഗ് മെക്കാനിസം എന്നുള്ള രീതിയിലാണ് പ്രൈമറിലി ഞങ്ങൾ ഫ്രാഞ്ചൈസിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എഗെയിൻ ഫ്രാഞ്ചൈസിങ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ അഡീഷണലി മനസ്സിലായി ഞങ്ങൾക്ക് ഈ ഞങ്ങൾ ചെന്നൈയും എല്ലാം ഞങ്ങൾ തന്നെ റൺ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഫ്രാഞ്ചൈസി സെല് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ അകത്ത് മൈക്രോ മാനേജ്മെൻറ്റും കൂടെ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു വലിയൊരു അഡീഷണൽ കാര്യമാണെന്നുള്ളത്. പക്ഷേ ഈ ഒരു പ്ലെയിനകത്ത് മൈക്രോ മാനേജ്മെന്റ് ആണ് വലിയൊരു ഘടകം. അതെ അതെ അതെ. ബേസിക്കലി എന്ത് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിലും മൈക്രോ മാനേജ്മെന്റ് ആണ് അതിൻ്റെ അകത്ത് ഒരു സക്സസ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല നല്ല ഫ്രാഞ്ചൈസി ഓണേഴ്സ് വരുമ്പോൾ ഡെഫിനറ്റ്ലി അവരത് പ്രോപ്പർലി ചെയ്യുവാണെങ്കിൽ. ഇപ്പോൾ എന്തുകൊണ്ടാണ് അത് അല്ലേ ഞങ്ങളൊരു ഫ്രാഞ്ചൈസി ഒരു ആള് നമ്മളുടെ ഒരു ഫ്രാഞ്ചൈസി എൻക്വയറി നടത്തുമ്പോൾ ഞങ്ങൾ ആക്ച്വലി നോക്കുന്നത് ആൾക്കൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് ബിസിനസ്സിന് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതായിരുന്നു. എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഫ്രാഞ്ചൈസികൾ ഓൾറെഡി എടുത്ത് മര്യാദയ്ക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരാളെ ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ വി വെർ മോർ ദാൻ എക്സൈറ്റഡ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ അതാണ് ഇതൊരു ജേർണിയാണ്. അതെ അതെ അതെ. ഇപ്പോൾ പുതിയതായിട്ട് ഫ്രാഞ്ചൈസി എടുക്കുന്നവരെ ഒക്കെ ഞാൻ ഷബിൻ്റെ നമ്പറൊക്കെ കൊടുക്കാറുണ്ട്. സിമിലർലി ഞാൻ വേറെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഫ്രാഞ്ചൈസി ഓണേഴ്സിൻ്റെ നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ ബേസിക്കലി എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിളിച്ച് ചോദിച്ചത് എങ്ങനെ ഉണ്ടെന്ന് ഒരാൾ നാളെ നിങ്ങളോട് ചോദിക്കും. ആ ഒരു വിൻ സിറ്റുവേഷനാണ് ഞങ്ങൾ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നത്. ഷബിൻ, വെൻ ഡു യു തിങ്ക് ഇറ്റ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് എ ബിസിനസ്? അങ്ങനെ ഒരു ടൈം ഇല്ല. ഓക്കെ, അങ്ങനെ ഒരു ടൈമേ ഇല്ല. ഓക്കെ. നമ്മുടെ ജേർണി അത് മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ ഓരോ ദിവസവും എണീക്കുന്നതും കിടക്കുന്നതും പോലെ തന്നെ അതുപോലെ തന്നെ കണ്ടാൽ മതി. നിരന്തരം നമ്മൾ അതിനകത്ത് ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോവാം. അത്ര തന്നെ. ഓക്കെ, 2026 ജയകാണ്ട എങ്ങനെയാണ് നെക്സ്റ്റ് പ്ലാൻ? എങ്ങനെയാണ് 2026? ആക്ച്വലി ഞങ്ങൾ ഭയങ്കരമായ ഗോൾ സെറ്റിംഗ് കുറച്ചുകൂടെ ഞങ്ങളുടെ സാധാരണ സെറ്റിങ്ങിനേക്കാളും കുറച്ചുകൂടെ ഹയർ ബെഞ്ച് മാർക്ക് വെച്ചിരിക്കുകയാണ്. ഒന്ന്, ഞങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇപ്പം കർണാടകയിൽ ബാംഗ്ലൂരിലും പിന്നെ തമിഴ്നാട്ടിൽ ചെന്നൈയിലും കോയമ്പത്തൂരും നാഗർകോവിലുമാണ് ഉള്ളത്. അത് ഫർദർ എക്സ്പാൻഡ് ചെയ്യണം. ഞങ്ങളിപ്പം കേരളത്തിനേക്കാളും കൂടുതൽ ഫ്രാഞ്ചൈസികൾ കേരളത്തിന് പുറത്ത് കൊടുക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ആൻഡ് ദുബായിൽ ആസ് യു നോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകണം. ആൻഡ് അഗെയിൻ ഇവിടെ നമ്മൾ ജയഗാർഡിലേക്കുള്ള ഫർദർ ഞങ്ങൾ കുറച്ചുകൂടെ വെർട്ടിക്കൽസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ക്യാപിറ്റൽ റേസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആക്ടിവിറ്റീസ് നടക്കുകയാണ്. അഗെയിൻ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ. ഈ മാസ്റ്റർ ഫ്രാഞ്ചൈസിയും സെപ്പറേറ്റ് യൂണിറ്റ് ഫ്രാഞ്ചൈസിയും ഏതാണ് ജസ്വിൻ്റെ ഒരു ആസ്പെക്ട്സിൽ നല്ലത്? ഇത് ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള ടൂളായിട്ട് മാസ്റ്റർ ഫ്രാഞ്ചൈസി കാണുവാണെങ്കിൽ നല്ലതാണ്. ബട്ട് ദെൻ എഗെയിൻ മാസ്റ്റർ ഫ്രാഞ്ചൈസി എടുക്കുന്ന ഒരാൾ ഞങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അതേ കോമ്പറ്റൻസിയിൽ വർക്ക് ചെയ്യും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആക്ച്വലി ഒരു മാസ്റ്റർ ഫ്രാഞ്ചൈസി മോഡൽ ഞങ്ങൾക്ക് ഉണ്ട്. ബട്ട് ദെൻ അത് ഞങ്ങൾ ആക്ച്വലി അധികം പ്രൊമോട്ടൊന്നും ചെയ്യാറില്ല. ഞങ്ങളടുത്ത് ചോദിക്കുന്നവരടുത്ത് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അതായത് ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഒരു മെയിൻ കോർ ആയിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്കായിരിക്കണം അത് കൂടുതൽ. അതെ അതെ അതെ. മാസ്റ്റർ ഫ്രാഞ്ചൈസി ഈ ബിസിനസ് ഭയങ്കരമായി ഒരു കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഞങ്ങൾ ആസാമിലും നാഗാലാൻഡിലും ഒക്കെ പോയിട്ട് അവിടെ ഒരു ട്രെയിനിങ് സ്കൂള് ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുന്ന് ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മേജർ ഒരു സോഴ്സും കാര്യങ്ങളൊക്കെ. അപ്പം ആ ലെവലിൽ വർക്ക് ചെയ്യാനും ആ ലെവലിലും ആ ആളെ തന്നെ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം അങ്ങനെ ഒരു പ്രൊപ്പോസലിന് വേണ്ടി അപ്പിയർ ആകേണ്ടത്. അതുകൊണ്ട് മാസ്റ്റർ ഫ്രാഞ്ചൈസി എന്നുള്ളത് ഞങ്ങൾ ആക്ച്വലി ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. മോർ ദാൻ ദാറ്റ് ഞങ്ങൾ കമ്പനിയിൽ ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യുക എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് ഞങ്ങൾ റൺ ചെയ്യുന്ന അത്രയും നന്നായിട്ട് റൺ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റൂ എന്നുള്ളൊരു കൺവിക്ഷൻ ഇപ്പം ഞങ്ങൾക്കുണ്ട്. ഓക്കെ, എന്തായാലും അടുത്ത വർഷവും ഇതുപോലെ ഇതിന്റെ ഇരട്ടി തന്നെ അതെ അതെ ആവട്ടെ, ഫ്രാഞ്ചൈസിയുടെ എണ്ണവും ഇരട്ടി ആവട്ടെ. സോ ബേസിക്കലി ഷബിൻ, ഇപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇതുപോലെ തന്നെ വേറെ വെർട്ടിക്കൽസിൽ വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റും ഫുഡും അങ്ങനെയുള്ള രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു ഫ്രാഞ്ചൈസി സെല് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ അവരെ ഷബിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ വുഡ് യു ബി ഓപ്പൺ ടു ഇറ്റ്?
അത് ഡിപ്പെൻഡിങ് ഓൺ ടു കേസ് സിനാരിയോ ആണ്. കാരണം ഇപ്പം എന്തുകൊണ്ട് ജസ്വിൻ എന്നെ തിരഞ്ഞെടുത്തെന്ന് വെച്ചാൽ ഞാൻ എക്സിസ്റ്റിംഗ് വേറെ കുറേ ഫ്രാഞ്ചൈസികളെ ലീഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. അതെ അതെ അതെ. അപ്പം ആ ഒരു എങ്ങനെയാണ് അത് അവർ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ അവരുടെ ക്യാഷ് എങ്ങനെയാണെന്ന് ആ റീച്ച് അനുസരിച്ചായിരിക്കും ഞാനൊരു കോൾ പോകുന്നത് അഗെയിൻ. വേറെ എത്ര ഫ്രാഞ്ചൈസി എടുത്താലും ജയകാന്റിന്റെ കോൺസെൻട്രേഷൻ ഇല്ല, ഒരിക്കലും ഇല്ല.